ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഫൈൻ ഫറ. അപ്പോൾ നമ്മളുടെ കഴിഞ്ഞ 2 വീഡിയോസ് കാണുന്നവർക്കറിയാം നമ്മൾ മാംഗ്ലൂരിലാണുള്ളത്. ഹോസ്റ്റലിലും കോളേജിലൊക്കെ പോയതിന് ശേഷം ദേ നമ്മളെ റൂമിലേക്ക് പോവാണ്. അപ്പോൾ നമ്മളെ കോളേജിൽ നിന്നും സിറ്റിയിലേക്ക് പോകുന്ന വഴിയാണ് ഒരു പ്രധാനപ്പെട്ട റിവർ ഉള്ളത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വീതി കൂടിയ റിവറാണ് കേട്ടോ ഇത്. ഏതാന്ന് വല്ല ഐഡിയ ഉണ്ടോ? ഇതാണ് നേത്രാവതി റിവർ. ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാം അപ്പുറത്ത് കൂടെ ട്രെയിൻ പോകുന്നുണ്ട്. അത് ട്രെയിനിന് പോകാനുള്ള ബ്രിഡ്ജാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഫുൾ ട്രെയിൻ ഈ ഒരു ബ്രിഡ്ജിൽ കൊള്ളൂ ട്ടോ. അത്രയും വീതിയുണ്ട് ഈ പുഴയ്ക്ക്. അത്രയും നീളമുള്ള ബ്രിഡ്ജാണ്. അപ്പോൾ വർഷങ്ങൾക്ക് മുന്നേയും ഇപ്പോഴും നമുക്ക് യാതൊരു മാറ്റവും ഇല്ല. അങ്ങനെ ഒരു ട്രെയിൻ ഫുൾ ഇതിൽ കൊള്ളുന്നുണ്ടോ എന്ന് വളരെ ക്യൂരിയസ് ആയിട്ട് ചെറിയ കുട്ടികളെ പോലെ നോക്കിയിരിക്കുകയായിരുന്നു ഞാൻ. പിന്നെ അന്ന് ഇതുപോലത്തെ ഫെൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം അവർ ഇങ്ങനത്തെ ഒരു ഹൈറ്റിലുള്ള ഫെൻസ് വെക്കാനും കാരണമുണ്ട്. നമ്മളുടെ കഫേ കോഫിഡൻ്റെ ഓണറായിട്ടുള്ള അയാൾ ഈ ഒരു ബ്രിഡ്ജിൽ നിന്നും താഴോട്ട് റിവറിലേക്ക് ചാടിയിട്ടാണ് സൂയിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സിദ്ധാർത്ഥ എന്നാണ് ആളുടെ പേര്. അതിന് ശേഷമാണ് അവർ ഈ ഒരു ബ്രിഡ്ജിൻ്റെ സൈഡിൽ കംപ്ലീറ്റ്ലി ഫെൻസ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മളിനി നേരെ നമ്മളെ റൂമിലേക്കാണ് പോണത്. പോയിട്ട് നല്ലോണം ഒന്ന് ഫ്രഷ് ആവണം, ശരിക്കും ഒന്ന് റെസ്റ്റ് എടുക്കണം. നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത് AJ ഗ്രാൻഡ് എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ്. ഇത് ആക്ച്വലി പ്രോപ്പർ സിറ്റിയും അല്ല, എന്നാൽ നമ്മുടെ കോളേജിൻ്റെയൊക്കെ അത്ര അടുത്തുമല്ല, സംവെയർ ഇൻ ബിറ്റ്വീൻ ആണ്. പമ്പ്വെല്ലിൻ്റെ ഒക്കെ അടുത്താണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള പ്ലേസ് ആയിരുന്നു. പിന്നെ ഇതൊക്കെ ഇപ്പം പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ള ഹോട്ടൽസ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മൾ നോക്കിയിട്ട് ബുക്ക് ചെയ്തതായിരുന്നു. നമ്മളിവിടെ ചെക്ക് ഇൻ ചെയ്തപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഒരു 5:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മളെ റൂമൊന്ന് കാണാം അല്ലേ. നല്ല അടിപൊളി റൂമായിരുന്നു കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂമായിരുന്നു. റൂമിലേക്ക് കയറിയ ഉടനെ തന്നെ റൈറ്റ് സൈഡിലാണ് നമ്മൾ ഈ വാഷ്റൂമൊക്കെ വരുന്നത്. പിന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ ലഗേജൊക്കെ വെക്കാനുള്ള ഒരു സ്പേസ് വരുന്നത്. പിന്നെ നമ്മളുടെ ക്ലോത്ത്സൊക്കെ ഹാങ് ചെയ്യാൻ ഒരു വലിയ വാർഡ്രോബ് ഉണ്ട്. പക്ഷേ ഞാൻ യൂഷ്വലി എൻ്റെ ഡ്രസ്സസ് ഒന്നും ഇതിനകത്തേക്ക് ഹാങ് ചെയ്യാറില്ല കേട്ടോ. കാരണം മറന്നു പോകാനുള്ള ചാൻസ് വളരെ 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 അധികമാണ്. പിന്നെ അതേ നല്ല അടിപൊളി റൂം, എസ്തെറ്റിക്കലി ഭയങ്കര പ്ലീസിങ് ആയിട്ടുള്ളൊരു റൂമായിരുന്നു. ടീ കോഫിയൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും അവർ ഇതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴെ ഒരു കുട്ടി റെഫ്രിജറേറ്റർ ഉണ്ട്, അതിനകത്തൊന്നുമില്ല. പിന്നെ നമുക്ക് കുടിക്കാൻ ആവശ്യത്തിനുള്ള ഡ്രിങ്കിങ് വാട്ടർ, അതുപോലെ ടീ കോഫിയൊക്കെ ഉണ്ടാക്കാനുള്ള കെറ്റലും കോഫി മഗ്സും എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ റൂം. ആകെ എനിക്ക് ഇത്തിരി പ്രശ്നം തോന്നിയതെന്ന് വെച്ചാൽ ലൈറ്റിങ്സ് ഭയങ്കര കുറവാണ് കേട്ടോ. എസ്പെഷ്യലി നമ്മളുടെ ലഗേജ് വെക്കുന്ന ഏരിയയിൽ അവർ ലൈറ്റേ വെച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് നമ്മളുടെ ആ ഒരു ട്രോളിയിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുക്കണമെങ്കിൽ ഈ ഫോണിൻ്റെ ടോർച്ചും കൊണ്ട് പോകണം. അതെനിക്ക് കുറച്ചധികം ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അടിപൊളി 2 മിറർ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ലോങ് മിററും ഉണ്ടായിരുന്നു, പിന്നെ ഇതുപോലെ ഒരു സുന്ദരി മിററും ഉണ്ടായിരുന്നു. അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഭയങ്കര എക്സ്പെക്റ്റേഷനിലാണ് ഈ കേർട്ടൻ പോയിട്ട് തുറക്കുന്നത്. പക്ഷേ ഞാൻ ഭയങ്കര ഡിസപ്പോയിൻറ്റഡായി. വെറും ചുമര് മാത്രമാണ് അതിൻ്റെ പുറകെ ഉണ്ടായിരുന്നത്. അപ്പോഴാണ് എനിക്ക് ഒരു കാര്യം മനസ്സിലായത്. റൂം ബുക്ക് ചെയ്യുമ്പോൾ അവർ അതിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു ലൈക്ക് സ്മോക്കിംഗ് ആണോ നോൺ സ്മോക്കിംഗ് ആണോ എന്നൊക്കെ. അപ്പോൾ നമ്മൾ നോൺ സ്മോക്കിംഗ് ആണല്ലോ ചൂസ് ചെയ്തത്, അതുകൊണ്ടാണ് നമുക്ക് ബാൽക്കണി ഒന്നും ഇല്ലാണ്ടായത്. അപ്പോൾ നോട്ട് ദി പോയിൻറ്റ്, സ്മോക്കിംഗ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി വി ക്യാൻ ഗെറ്റ് എ ബാൽക്കണി റൂം. ഇതൊക്കെ എൻ്റെ ഒരു ഊഹമാണ് കേട്ടോ. കാരണം നമ്മൾ ഓൺലൈനിലാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ റാൻഡം ആയിട്ടാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഫ്രഷായി നിസ്കാരമൊക്കെ കഴിഞ്ഞ് റൂമിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. രാവിലെ മഹ തന്ന ബ്രേക്ക്ഫാസ്റ്റുമ്പോഴാണ് നമ്മൾ ഇത്രയും സമയം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളുടെ പെരിയോ സാറ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന ഒരു വാട്ടർമെലൺ ജ്യൂസും. സമയം ഏകദേശം ഈവനിങ് 7:30 ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ നല്ലൊരു ഡിന്നർ കഴിക്കാൻ പോവാണ്. എന്താ കഴിക്കേണ്ടതെന്നുള്ള ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം ഞങ്ങൾക്ക് കുറേ സ്ഥലങ്ങളുണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ. പക്ഷേ എല്ലാം കൂടെ ഇന്ന് ആവില്ലല്ലോ. അങ്ങനെ നമ്മൾ ആദ്യം പോയത് ഹമ്പൻകട്ടയിലേക്കാണ്. ഹമ്പൻകട്ടയിൽ നമ്മൾ സ്ഥിരം പോകുന്നൊരു ഐഡിയൽ ഐസ്ക്രീം പാർലറുണ്ട്. അവിടേക്കാണ് ഞങ്ങൾ ലക്ഷ്യം വെച്ചിട്ടുള്ളത്. പാർക്കിംഗ് കിട്ടാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഏരിയ കിടന്ന് അങ്ങനെ കറങ്ങുക കേട്ടോ. അപ്പോഴാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട സിറ്റി സെൻറ്റർ കണ്ടത്. അന്നേരം ഞാൻ വേഗം ഫോൺ എടുത്തിട്ട് ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയതാട്ടോ. അന്ന് നമ്മൾ KFC കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു സ്ഥലമായിരുന്നു സിറ്റി സെൻറ്റർ. അന്ന് കാര്യമായിട്ട് ഈ സ്ഥലങ്ങളൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ.
അങ്ങനെ ഒരു 2, 3 റൗണ്ട് ഇവിടേക്ക് ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയോ ഒരു പാർക്കിംഗ് സെറ്റായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവിടെ നോ പാർക്കിംഗ് ആണ്. പക്ഷേ കുറച്ച് രാത്രി ആയതുകൊണ്ടും അത്ര തിരക്കില്ലാത്തതുകൊണ്ടും നമ്മളവിടെ അങ്ങ് പാർക്ക് ചെയ്തു. പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് മിലാഗ്രസ് ചേർച്ചിൻ്റെ അടുത്തായിരുന്നു. ഞാൻ ഈ ചേർച്ചിൻ്റെ പേരെടുത്ത് പറയാൻ കാരണം ചേർച്ചുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല. പക്ഷേ ഈ പേര് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഫെമിലിയർ ആണ്. ഹമ്പൻകട്ടയിലേക്ക് ബൈ ബസ് നമ്മൾ വരുന്ന സമയത്ത് മിലാഗ്രസ് 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 എന്ന് കേൾക്കുമ്പോഴാണ് നമ്മൾ ആ സ്റ്റോപ്പിൽ ഇറങ്ങാറ്. ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഹമ്പൻകട്ട എത്തി. മാത്രമല്ല റെയിൽവേ സ്റ്റേഷൻ്റെ ഒക്കെ അടുത്താണ് കേട്ടോ ഈ ഒരു സ്റ്റോപ്പ്. ഞങ്ങൾ മെയിനായിട്ട് ഈ ഒരു ഏരിയയിലേക്ക് വരാറുണ്ടായിരുന്നത് ചെരുപ്പ് വാങ്ങിക്കാനാട്ടോ. ഇവിടെ കുറേ ചെരുപ്പിൻ്റെ ഷോപ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കമ്പാരിറ്റീവ്ലി ഷോപ്സ് കുറവാണ്. മാത്രമല്ല അന്ന് ഞങ്ങൾക്ക് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ചെരുപ്പ് ഇവിടെ കിട്ടുമായിരുന്നുള്ളൂ. ലൈക്ക് 150, 160, 200 ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് നല്ല അടിപൊളി ചപ്പൽസ് കിട്ടുമായിരുന്നു. പക്ഷെ ഒരു മാസം കഴിയുമ്പോൾ അത് പൊട്ടിയിട്ട് വീണ്ടും വരേണ്ടി വരും കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ അതേ നമ്മൾ നേരെ കയറുന്നത് ഹമ്പൻകട്ടയിലുള്ള ഈ ഒരു ഐഡിയയിലേക്കാണ്. ഇന്നിവിടെ ഗ്രൗണ്ട് ഫ്ലോറിലും മാത്രമേ സർവീസ് ഉള്ളൂ. ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലൊക്കെ എന്തൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു വെജ് കട്ട്ലറ്റാണ്. വെജ് മാത്രമേ ഇവിടെ അവൈലബിൾ ഉള്ളൂ. പക്ഷേ ഈ ഒരു വെജ് കട്ട്ലറ്റിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് ഇത് കഴിച്ചവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. ഇത്രയും യമ്മി ആയിട്ടുള്ള ഒരു വെജിറ്റേറിയൻ കട്ട്ലറ്റ് ഞാൻ ഇവിടെ നിന്നല്ലാണ്ട് വേറെ കഴിച്ചിട്ടില്ല കേട്ടോ. അതിൻ്റെ കൂടെ അവരുടെ ഒരു സ്പെഷ്യൽ ചട്നി ഉണ്ട്. ആ ചട്നിയും കൂടെ കൂട്ടിയിട്ട് കഴിക്കണം. നമ്മൾ പണ്ട് കഴിച്ച അതേ ടേസ്റ്റ്, ഒരു വ്യത്യാസവും ഇല്ല. അതുമാത്രമല്ല നല്ല വിശപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് ടേസ്റ്റ് ഒന്നും കൂടെ കൂടുമല്ലോ. ചിലപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നാം ഇത് എത്രയാണ് കഴിക്കണമെന്ന്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഞങ്ങളുടെ പല ഓർമ്മകളും പുതുക്കുന്ന ഭക്ഷണങ്ങളും ടേസ്റ്റുകളൊക്കെ ആണ് കേട്ടോ. അങ്ങനെ നമ്മളുടെ അടുത്ത ഐറ്റം വന്നിട്ടുണ്ട്, നമ്മളുടെ ഗ്രിൽഡ് ചട്നി ചീസ് സാൻഡ്വിച്ച്. അപ്പോൾ ഇതൊരു തുടക്കം മാത്രം കേട്ടോ. നമുക്ക് ഇനി 2 ഐസ്ക്രീംസും വരാനുണ്ട്. ഇവിടെ പല വെറൈറ്റി ഓഫ് ഐസ്ക്രീംസ് ഉണ്ട് കേട്ടോ. അതിൽ നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള 2 ഐസ്ക്രീംസാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ട്രൈ ചെയ്യുന്നത് ചട്നി ചീസ് സാൻഡ്വിച്ചാണ്. ഇത് ഗ്രിൽഡ് ആക്കിയിട്ടും ഗ്രിൽഡ് അല്ലാണ്ടും നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ ഗ്രിൽഡ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഷെസ്വാനും അവൈലബിൾ ആണ് കേട്ടോ, കുറച്ചും കൂടെ സ്പൈസി ആയിട്ടുള്ളൊരു വേർഷൻ. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കോഫിയാണ്. ഇവരുടെ കോഫിയും അടിപൊളിയാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. അങ്ങനെ ഏകദേശം വിശപ്പൊക്കെ ഒന്ന് മാറി വന്നപ്പോഴത്തേക്കിനും നമ്മൾ ഐസ്ക്രീം എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ഗഡ്ബഡും ഒരു തിറാമിസും ആയിരുന്നു. തിറാമിസു എൻ്റെ ഒരു ഓൾ ടൈം ഫേവറേറ്റ് ആണ് കേട്ടോ. കാരണം അതിലൊരു ചോക്ലേറ്റിൻ്റെയും വാനില, അതുപോലെ കോഫി, പിന്നെ അതിൻ്റെ മുകളിലൊരു ഒരു കേക്കിൻ്റെ ഒരു പീസുണ്ട്, ഒരു ബ്രൗണി പോലത്തെ ഒരു കേക്കുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ ആ ഒരു കോമ്പിനേഷൻ ഭയങ്കര അടിപൊളിയാണ്. പിന്നെ അതിൻ്റെ സൈഡിൽ കുറച്ച് ക്രീമും ഉണ്ട്. അങ്ങനെ നമ്മൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഒരു സ്ട്രീറ്റിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ള സ്ട്രീറ്റ് ആവും. കാരണം ഇവിടെ കുറച്ച് റേറ്റ് കുറവിൽ പല സാധനങ്ങളും അവൈലബിൾ ആയിരുന്നു കേട്ടോ. അന്ന് ഇവിടെ മോസ്റ്റ്ലി ചപ്പലിൻ്റെ ഷോപ്സ് ആയിരുന്നു ഏറ്റവും കൂടുതലുണ്ടായിരുന്നത്. അപ്പോൾ പല ഷോപ്പിലും കയറി അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ കമ്പയർ ചെയ്ത് അതിൻ്റെ മോഡലൊക്കെ നോക്കി ഏറ്റവും കൂടുതൽ നമ്മൾ നടന്നിട്ടുണ്ടാവുക ആ ഒരു സ്ട്രീറ്റിലൂടെ ആയിരിക്കും. അപ്പോൾ ഏകദേശം വയറ് നിറയെ ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്നും സിറ്റി സെൻറ്ററിലേക്ക് നടന്നു വന്നതായിരുന്നു കേട്ടോ. പ്രത്യേകിച്ചൊന്നും വാങ്ങാനോ ഷോപ്പിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല, വെറുതെ സിറ്റി സെൻറ്റർ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. കാരണം ഞാൻ ഏകദേശം മാംഗ്ലൂർ ലീവ് ചെയ്യുന്ന സമയത്ത് അന്ന് പുതിയതായിട്ട് തുടങ്ങിയതായിരുന്നു ഈ ഒരു സിറ്റി സെൻറ്റർ. അതിൻ്റെ മുന്നേ നമുക്ക് ഭാരത് മോളും സൈബീനൊക്കെ ആയിരുന്നു ഉണ്ടായിട്ടുള്ളൂ. പിന്നെ നമ്മളെ നാട്ടിലത്തെ പോലെയല്ല കേട്ടോ, ഇവിടെ മോൾസിൽ ഈ ബ്രാൻഡഡ് ഷോപ്സിലൊക്കെ എപ്പോഴും നല്ല നല്ല ഓഫേഴ്സ് ഉണ്ടാവാറുണ്ട്. പിന്നെ കുറച്ച് നല്ല ഹോം ഡെക്കോർ ഐറ്റംസ് കണ്ടപ്പോൾ ഞാൻ കുറച്ച് നേരം ഹോം സെൻറ്ററിൻ്റെ ഉള്ളിൽ ഒന്ന് തിരിഞ്ഞു കളിച്ചു. അപ്പോൾ അടുത്തത് ഞങ്ങൾ പോകാൻ പ്ലാൻ ചെയ്തിരുന്നത് സിസ്ലർ റാഞ്ചിലായിരുന്നു. പക്ഷേ നമ്മൾ വയറ് ഫുള്ളായതുകൊണ്ട് ഇനിയൊരു സിസ്ലർ കഴിക്കാനുള്ള സ്പേസ് ഇല്ല. അപ്പോഴാണ് മഹ കോൾ ചെയ്തത്. മഹ പറഞ്ഞു ഇവിടെ ഒരു നാച്ചുറൽസ് ഉണ്ട്, നാച്ചുറൽസിലെ സൺഡേസ് ഭയങ്കര ഫേമസ് ആണ്, ഒരു വെറൈറ്റി ആണെന്ന് പറഞ്ഞു. അങ്ങനെ അത് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ നാച്ചുറൽസിൽ പോയിട്ടുണ്ടായിരുന്നത്. സംഭവം മഹ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര വെറൈറ്റി ആട്ടോ. നമ്മളെ നാട്ടിലെവിടെയും ഇങ്ങനത്തെ ഒരു ലൈക്ക് ഇത്രയും അടിപൊളിയായിട്ടുള്ള ഐസ്ക്രീം പാർലേഴ്സോ
അല്ലെങ്കിൽ ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള ഡിഷസ് ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് കിട്ടൂല. അങ്ങനെ ഞങ്ങൾ 2 ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പേര് ഇപ്പം എനിക്ക് ഓർമ്മയില്ല. പക്ഷേ വഴിയെ ഞാൻ പറഞ്ഞു തരാം ട്ടോ. ഇതിൽ നമ്മളുടെ ഐസ് ആപ്പിളും അതുപോലെ ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീമും അതിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷനാണ്. ഇതിൽ സ്ട്രോബെറി ക്രഷ്, പിന്നെ അതുപോലെ ഐസ് ആപ്പിൾ ഉണ്ട്, പാഷൻ ഫ്രൂട്ട് ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷനാട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ. ടേസ്റ്റ് വൈസ് ഒന്നും പറയാനില്ല കേട്ടോ. ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്. നമ്മളെ നാട്ടിൽ എവിടെയും ഇങ്ങനത്തെ ഒരു സാധനം അവൈലബിൾ അല്ല. ശരിക്ക് ഇതിലില്ലേ ഐസ്ക്രീമിൻ്റെ ഒരു മധുരമുണ്ട്, അതുപോലെ ഈ സ്ട്രോബെറി പാഷൻ ഫ്രൂട്ട് അതിൻ്റെയൊക്കെ ചെറിയൊരു പുളിയും അതിൻ്റെ കൂടെ ഐസ് ആപ്പിളും പിന്നെ ആ തണുപ്പും എല്ലാം കൂടെ ചേരുമ്പോൾ അതൊരു എന്താ പറയുക, ഹെവൻലി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ മാംഗ്ലൂർ പോകുന്നവർക്ക് ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്. നാച്ചുറൽസിൻ്റെ സൺഡേസ് എന്ന് പറഞ്ഞ ആ ഒരു കാറ്റഗറിയിലാണ് കേട്ടോ ഇതൊക്കെ വരുന്നത്. നാച്ചുറൽസിൻ്റെ ഐസ്ക്രീം പാർലേഴ്സിൽ ഇത് അവൈലബിൾ ആണോ എന്നും അറിയില്ല. ഇത് സൺഡേസ് എന്ന് പറഞ്ഞ വേറെ തന്നെ ഔട്ട്ലെറ്റാണ്. പിന്നെ വേറൊരു സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ ഒരുമാതിരി കുത്തുന്ന മധുരമൊന്നും ഇല്ല കേട്ടോ. സ്ട്രോബെറിൻ്റെയും ചെറിയ ചങ്ക്സ് ഉണ്ട്, അതുപോലെ ഈ വാനില ഐസ്ക്രീമും പിന്നെ ഐസ് ആപ്പിളിൻ്റെ ചങ്ക്സ് ഉണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും ഒരു കോമ്പിനേഷനും പിന്നെ ആ ഒരു വലിയൊരു മധുരമില്ല, അതുകൊണ്ട് നമുക്കൊരു മടുപ്പോ കാര്യങ്ങളൊന്നും തോന്നില്ല. അപ്പോൾ നമ്മളുടെ നെക്സ്റ്റ് ഐറ്റം ഇതായിരുന്നു. ഇതിലെനിക്ക് തോന്നുന്നു കോക്കനട്ട് മിൽക്കും ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീമും അതുപോലെ ഐസ് ആപ്പിളും ആയിരുന്നു. ഇതും നല്ല കിടിലൻ ടേസ്റ്റാണ്. രണ്ടും ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ പേരും അതുപോലെ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ കാണിക്കാം. എനിക്ക് തോന്നുന്നു മെനുവിൻ്റെ ഒരു ഫോട്ടോ വീഡിയോ എന്തോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അവരുടെ മെനുവിൽ വിത്ത് പിക്ചേഴ്സാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പിക്ചേഴ്സൊക്കെ നോക്കിയിട്ട് കറക്റ്റ് സാധനം ഓർഡർ ചെയ്യുക. ഇത് മാത്രമല്ല കേട്ടോ, ഇനി ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പക്ഷേ സജസ്റ്റ് ചെയ്ത 2 ഐറ്റം നമ്മൾ ട്രൈ ചെയ്തായിരുന്നു. അങ്ങനെ നമ്മൾ ലൊക്കേഷനൊക്കെ ഇട്ട് നേരെ റൂമിലേക്ക് പോവാണ്. അങ്ങനെ നമ്മൾ തിരിച്ചു പോകുമ്പോൾ സൈബീൻ മോളിൻ്റെ ഫ്രണ്ടിൽ കൂടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അന്ന് ഈ ഒരു മോള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ നമുക്ക് പോകാനും എക്സ്പ്ലോർ ചെയ്യാനൊക്കെ. അപ്പോൾ ആ ഒരു മോള് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഫ്രണ്ടിലൂടെ അങ്ങനെ വണ്ടി എടുത്തതാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് ഡെവലപ്ഡായി പോയിട്ടോ ഇവിടുത്തെ റോഡ്സും ഇൻഫ്രാസ്ട്രക്ചേഴ്സും ഒക്കെ. പിന്നെ സൈബിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഭാരത് മോൾ, ഈ ഒരു 2 മോളുകളാണ് നമ്മൾ എപ്പോഴും എക്സ്പ്ലോർ ചെയ്യാണ്ടായിരുന്ന ഒരു ഏരിയ. കാരണം നമ്മൾ കോളേജ് ബസ് നമ്മളെ നേരെ ഇവിടെയാണ് കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യാറ്. അങ്ങനെ പല സ്ഥലങ്ങളും എക്സ്പ്ലോർ ചെയ്യണമെന്ന് വിചാരിച്ച് പോയതായിരുന്നു. നമ്മളെ കൊണ്ട് കഴിയുന്ന മാക്സിമം സ്ഥലത്തൊക്കെ നമ്മൾ പോയി. പിന്നെ നമ്മൾ അത്യാവശ്യം നല്ല എക്സോസ്റ്റഡ് ആയിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അതെ, നമ്മൾ റൂമിൽ എത്തിയിട്ടുണ്ട്. നല്ല ടയേർഡാണ്. ഇന്നലെ ഫുൾ ട്രാവലിംഗ് ആയതുകൊണ്ട് തന്നെ പിന്നെ രാത്രി ലേറ്റായി എത്താൻ, അപ്പോൾ ശരിക്കും ഉറങ്ങാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് നല്ലോണം ഒന്ന് കിടന്നുറങ്ങണം. നാളെ വീണ്ടും കോളേജിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. രാവിലെ നമുക്ക് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ട്. പൂൾ സൈഡിലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നോക്കാം. നമ്മളേതായാലും ആ സൈഡിലേക്കൊന്നും പോയി നോക്കിയിട്ടേ ഇല്ല, അതിനുള്ള ടൈമൊന്നും കിട്ടിയിട്ടില്ല. നമ്മളെ ചെക്ക് ഇൻ ടൈം 12 o'clock ആയിരുന്നു, പക്ഷേ ആ ഒരു സമയത്തൊന്നും നമുക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും ഏകദേശം 4:35 o'clock ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ കാണാം. ഗുഡ് മോർണിംഗ്. നല്ലോണം ഉറങ്ങി എണീറ്റ്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നപ്പോഴാട്ടോ നമ്മളിവിടുത്തെ പൂളൊക്കെ കാണുന്നത്. അത്യാവശ്യം വലിയ പൂളാണ്, പക്ഷേ ഡെപ്ത് കമ്പാരിറ്റീവ്ലി കുറവാണ്. പിന്നെ ആണെങ്കിൽ രാവിലെ 8 മണി ആയപ്പോൾ തന്നെ നല്ല വെയിലാട്ടോ. അല്ല പിന്നെ ഏർലി മോർണിംഗ് തന്നെ വന്നിട്ട് നമ്മൾ പൂളൊക്കെ യൂസ് ചെയ്യേണ്ടിയിരുന്നു. പക്ഷെ നമ്മൾ ഭയങ്കര ടയേർഡായതുകൊണ്ട് കിടന്നുറങ്ങി. പിന്നെ അത്ര ഡെപ്ത് ഒന്നും ഇല്ല കേട്ടോ, അതുകൊണ്ട് പൂള് യൂസ് ചെയ്യാത്തതിൻ്റെ വലിയ സങ്കടങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് സ്പ്രെഡ് എന്താണെന്ന് നോക്കാം അല്ലേ. ആക്ച്വലി നമ്മൾ ഈ ഹോട്ടൽ റൂംസൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്ന എന്തിനാണെന്ന് നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ? അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ചെക്ക് ഔട്ട് ടൈം തന്നിട്ടുണ്ടാവുമല്ലോ, അത് മോസ്റ്റ്ലി എല്ലാ ഹോട്ടൽസിലും 11 o'clock അല്ലെങ്കിൽ 12 o'clock ഒക്കെ ആയിരിക്കും. 12 ആവാറില്ല, മോസ്റ്റ്ലി 11 ആയിരിക്കും. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കിനും നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യണമെങ്കിൽ രാവിലെ തന്നെ എണീക്കണം, ഇല്ലെങ്കിൽ നമ്മൾ അങ്ങനെ കിടന്നുറങ്ങൂലേ.
അപ്പോൾ രാവിലെ എണീക്കാനും വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് വേഗം ഫ്രഷായി ആ ഒരു കറക്റ്റ് ടൈമിന് തന്നെ നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോസ്റ്റ് ഓഫ് ദി ഹോട്ടൽസിൽ നമുക്ക് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് സ്പ്രെഡ് കണ്ടില്ലേ, നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽസിനനുസരിച്ച് സ്പ്രെഡ് ചിലപ്പം അടിപൊളിയായിരിക്കും, ചിലപ്പം ഒരു ആവറേജ് ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്പ്രെഡ് കുഴപ്പമില്ല കേട്ടോ. പക്ഷേ നമ്മൾ ഇരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു, നല്ല വെയിലും ഉണ്ടായിരുന്നു. ഞാനൊരു പ്രാവശ്യം ബാംഗ്ലൂർ പോയ സമയത്ത് നമ്മൾ അവിടെ ഒരു ഹോട്ടലിൽ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഇതുപോലെ നമുക്ക് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു റീസൺ കൊണ്ട് തന്നെയാണ് അവർ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ അന്നത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ദോശ, ഇഡ്ഡലി, പിന്നെ ഉപ്മ ആൻഡ് ജസ്റ്റ് ബ്രെഡ് ജാം ഒക്കെ. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്തിനാ ഇവർ ഇത്ര കഷ്ടപ്പെടാൻ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് തരുന്നത്. റീസൺ വേറെ ഒന്നുമല്ല, നമ്മളെ വേഗം ചെക്കൗട്ട് ചെയ്യിക്കുക എന്നുള്ള ഒരു കാര്യത്തിനാണ്. മാത്രമല്ല ചില ഹോട്ടൽസിലൊക്കെ നിങ്ങളെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് റൂമിലേക്ക് കോൾസ് വരും. പക്ഷെ ഇവിടെ നമുക്ക് കോൾസ് ഒന്നും വന്നിട്ടില്ലായിരുന്നു കേട്ടോ. നമ്മൾ ഏകദേശം ടൈം ആയപ്പം താഴെ ഇറങ്ങി വന്നു, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഇനി പ്രത്യേകിച്ച് വേറെ പണികളൊന്നുമില്ല. അപ്പോൾ തിരിച്ച് റൂമിലേക്ക് പോകുന്ന വഴിക്ക് ഞാനിങ്ങനെ അവിടെ ഇവിടെയൊക്കെ വെച്ച കുറച്ച് ഡെക്കോർ ഐറ്റംസ് ഉണ്ട്, അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ചിലതൊക്കെ ഭയങ്കര രസമുണ്ട്. പിന്നെ നമ്മളുടെ ഈ ഒരു ഫ്ലോറിലാണ് ഇവിടുത്തെ ഹെൽത്ത് ക്ലബ്ബ് വരുന്നത്. കാണാൻ നല്ല രസമുണ്ട്, പക്ഷേ അവിടെ ആരും ഇല്ല കേട്ടോ. അപ്പോൾ അവിടെ കണ്ട സ്ഥിതിക്ക് ഞാൻ വെറുതെ ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഒരു ഹെൽത്ത് ക്ലബ്ബിൽ നിന്ന് താഴോട്ടേക്ക്, അതായത് പൂൾ സൈഡിലേക്ക് നല്ല വ്യൂ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ബാൽക്കണി ഉള്ള റൂംസ് ആണെങ്കിൽ നല്ല വ്യൂ ആയിരിക്കും. എനിവേ ഇനി റൂമിൽ ചെന്നിട്ട് ഒരുപാട് പണിയുണ്ട്. നമ്മളുടെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യണം. ഷാർപ്പ് 11 ചെക്കൗട്ട് ചെയ്യണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ റൂമിലേക്ക് പോകുന്ന വഴി വീണ്ടും അവിടെ വെച്ചൊരു ഡെക്കോർ ഐറ്റം എൻ്റെ കണ്ണിൽ പെട്ടു. അപ്പോൾ ചെറിയ കുട്ടികളെ പോലെ ഞാനൊന്ന് പോയി തൊട്ട് നോക്കിയതാണ്, അത് അനങ്ങുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ റൂമിലെത്തിയ ഉടനെ ഞാൻ എൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങി. വാഷ് ചെയ്യാനുള്ള ഡ്രസ്സസൊക്കെ വേറെ തന്നെ ലോണ്ട്രി ബാഗിലാക്കിയിട്ട് പാക്ക് ചെയ്തു. പിന്നെ നമ്മുടെ ലഗേജ് വെക്കുന്ന ആ ഒരു ഏരിയയിൽ ഒട്ടും വെളിച്ചമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ സോഫയിൽ ട്രോളി കൊണ്ടുവന്ന് വെച്ചിട്ട് അവിടെ നിന്നാണ് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു സാധനം ഇവിടെ മറന്നു വെച്ചിട്ടില്ല എന്ന് ആദ്യം ഉറപ്പ് വരുത്തിയിട്ടോ. പിന്നെ എല്ലാ ഏരിയയും അരിച്ചു പെറുക്കി ഇനി എന്തെങ്കിലും എടുക്കാൻ ബാക്കിയുണ്ടോയെന്ന്. അതിന് ശേഷം ബെഡെല്ലാം മേക്ക് ചെയ്ത് നമ്മൾ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ ചില കാര്യങ്ങൾ എൻ്റെ ഭയങ്കരമായ ഒബ്സഷനാണ് കേട്ടോ. ചില സമയത്ത് എൻ്റെ ഈ ഒബ്സഷൻ ബാക്കിയുള്ളവർക്കൊരു ബുദ്ധിമുട്ടാവാറുണ്ടോ എന്ന് എനിക്ക് തോന്നാറുണ്ട്. എസ്പെഷ്യലി വീട്ടിലുള്ളവർക്ക് കേട്ടോ, അതായത് റിസ്വാൻക്കും മക്കൾക്കും. പക്ഷെ ചിലപ്പോൾ എനിക്ക് തോന്നും കുറച്ചൊക്കെ ഒബ്സഷൻസ് നല്ലതാണെന്ന്. അതിലൂടെ നമ്മുടെ ലൈഫിൽ പല കാര്യങ്ങളിലും നല്ല രീതിയിലുള്ള അടുക്കും ചിട്ടയൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ കറക്റ്റ് ടൈമിന് തന്നെ നമ്മൾ ചെക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ നേരെ പോണത് ഫോറം മോളിലേക്കാണ്. അവിടെ പോയിട്ട് നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. അതിനുശേഷം നമ്മൾ തിരിച്ച് കോളേജിലേക്ക് തന്നെ പോകും. അപ്പം നമ്മൾ ഈ കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഏറ്റവും ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട് എവിടെയൊക്കെ സാധനങ്ങൾ കിട്ടുമെന്നിങ്ങനെ നോക്കി നടക്കുന്ന ആ ഒരു സമയമാണല്ലോ. അങ്ങനെ നമ്മൾ പല പ്രാവശ്യം വന്നിട്ടുള്ളൊരു ഏരിയ ആണിത്. ഇവിടെ ഒരു പോളോ സെയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പുണ്ട്. അവിടെ നമ്മളെപ്പോഴും വരാറുണ്ടായിരുന്നു. മാത്രമല്ല ഇവിടെ നല്ല ബനിയൻ്റെ ക്ലോത്ത്സ്, നൈറ്റ് വെയർ പോലത്തെ ഡ്രസ്സുകളൊക്കെ നമുക്ക് വെയ്റ്റിനനുസരിച്ച് വാങ്ങിക്കാൻ കിട്ടും. അതിലൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം നല്ല അടിപൊളി ഡ്രസ്സുകൾ തന്നെ കിട്ടും കേട്ടോ. അപ്പം നമ്മൾ ഫോറം മോളിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ആദ്യം എൻ്റെ കണ്ണിലേക്ക് പോയത് മിനിസോ ആണ്. ഒന്നും വാങ്ങിയില്ലെങ്കിലും വെറുതെ അതിൻ്റെ ഉള്ളിൽ കയറി മൊത്തം ഒന്ന് കറങ്ങി എന്തൊക്കെ എല്ലാ സാധനങ്ങളൊക്കെ ഒന്ന് നോക്കി സാറ്റിസ്ഫൈഡായി ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ പോകുന്ന വഴിക്കാണ് ഈ ഒരു സാധനം കണ്ടത്. നമ്മൾ ഷൂ പോളിഷ് ചെയ്യാനുള്ള എന്തോ ഒരു മെഷീനാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്താൽ താഴെ 2 ബ്രഷ് ഉണ്ട്, ഒരു ബ്രൗൺ ഉണ്ട്, ഒരു ബ്ലാക്ക് ഉണ്ട്. അപ്പം എനിക്കത് ട്രൈ ചെയ്യണോ വേണ്ടേ എന്നൊരു സംശയം. കാരണം എൻ്റെ ഫുഡ് വെയറിൻ്റെ മുകളിൽ ഇതിൻ്റെ പോളിഷോ മറ്റോ ആവുമെന്ന് വിചാരിച്ചിട്ട്. എന്നാലും നമുക്ക് വല്ലാത്തൊരു ഇതല്ലേ ഇങ്ങനത്തെ സംഭവങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെറുതെ ഞാൻ 2-3 പ്രാവശ്യം ആ ബട്ടണൊക്കെ പ്രസ് ചെയ്തിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുമായിരുന്നു കേട്ടോ. ഏതായാലും സംഭവം കൊള്ളാം. അങ്ങനെ ചെറിയൊരു ഷോപ്പിംഗ് ചെയ്തു. എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ആൾക്ക് ട്വിൻസാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങളും. പിന്നെ വേറെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്ന് ഫെബ്രുവരി 14th ആണ്. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഞാനിന്നൊരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. നമ്മളുടെ 2 ആളുടെയും ബർത്ത്ഡേ സെയിം ഡേ ആണ് കേട്ടോ. സീരിയസ്ലി ഈ ബർത്ത്ഡേസ് സെലിബ്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ വിഷ് ചെയ്യുക
കേക്ക് കട്ടിങ്, അതൊന്നും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യങ്ങളാണ് കേട്ടോ. പക്ഷേ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്കൊരു ഗിഫ്റ്റ് കിട്ടുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആവൂലേ? അങ്ങനെ വാങ്ങിയതായിരുന്നു കേട്ടോ ഞാൻ എൻ്റെ ഫ്രണ്ടിനൊരു ഗിഫ്റ്റ്. ഇപ്പം നമ്മൾ വലിയ വലിയ ആളുകളാകുമ്പോൾ നമ്മളെ മക്കൾക്കൊക്കെ ആണല്ലോ എപ്പോഴും ഗിഫ്റ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടുക. അപ്പോൾ ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഫ്രണ്ട് എന്ന് പറഞ്ഞത് ആരാന്ന് കാണണ്ടേ? നമ്മൾ വരുന്നത് ഇങ്ങനെ കണ്ണു നട്ട് നോക്കി നിൽക്കുകയായിരുന്നു സിലിയ. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ മീറ്റ് ചെയ്യണത്. സിലിയൻ്റെ വീട് കാസർഗോഡാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വരുന്ന സമയത്ത് എന്തായാലും മീറ്റ് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സിലിയൻ്റെ ഗിഫ്റ്റ് കൊടുത്തപ്പോൾ സിലിയ ഭയങ്കര സർപ്രൈസ്ഡ് ആയി പോയിരുന്നു കേട്ടോ. ആളൊട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ആൾക്ക് ഞാനൊരു ഗിഫ്റ്റ് വാങ്ങിക്കൊണ്ടുവരുന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്ത് സംസാരിച്ചിരിക്കാനുള്ള സമയമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ സ്പെൻഡ് ചെയ്ത ടൈം അധികമൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടും ഇല്ല കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നല്ല ചായയും സ്നാക്സ് എല്ലാം കഴിച്ചു. നല്ല അടിപൊളി പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു സിലിയ. അങ്ങനെ കുറച്ച് സമയമാണെങ്കിലും നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് കുറച്ച് നേരം സംസാരിച്ചു, വിശേഷങ്ങളൊക്കെ പറഞ്ഞു, ചായ കുടിച്ചു. പിന്നെ നമ്മൾ വേഗം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ കാസർഗോഡ് എത്തിയിട്ടുള്ളൂ, നമുക്ക് ഇനി അങ്ങ് കാലിക്കറ്റ് എത്തേണ്ടതാണ്. അപ്പോൾ എൻ്റെ ഈ മാംഗ്ലൂർ ട്രിപ്പ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സിലിയൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ നമ്മൾ എവിടെ നിർത്തിയിട്ടില്ല കേട്ടോ, സ്ട്രെയിറ്റ് കാലിക്കറ്റാണ് പോയത്. അതുകൊണ്ട് തന്നെ അധികം ലേറ്റ് ആവാണ്ട് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി വീണ്ടും ഇങ്ങനത്തെ യാത്രകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വാച്ച് ചെയ്യണവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. പിന്നെ നമ്മളെ ട്വിൻ ഗേൾസിൽ ഒരാളെ അപ്പം അവിടെ ഉണ്ടായിരുന്നുള്ളൂ, ഒരാൾ അപ്പുറത്തെ വീട്ടിൽ പോയതായിരുന്നു. അസ്ര ആൻഡ് അസ്വ എന്നാണ് അവരുടെ പേര്. ഇത് അസ്രയാണോ അസ്വയാണോ എന്ന് എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ കാലിക്കറ്റിൽ വീടെത്തി. സോ ദിസ് ഇസ് ഫറ സൈനിങ് ഓഫ്. ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.